അറുന്നൂറ്റിമംഗലത്താണ്. അറുന്നൂറ്റിമംഗലത്ത് അവിടെ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുള്ളിക്കാരി പോകത്തില്ല. പുള്ളിക്കാരി ചേച്ചിയുടെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ നിന്ന് പുള്ളിക്കാരിയും ഈ പുള്ളിക്കാരിയും അമ്മായിമ്മയെ കൂടി നല്ല രീതിയിൽ ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട്. ചേച്ചി ഞാൻ പറയും, പക്ഷേ ചേച്ചി ഇതിനു മുമ്പൊന്നും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. ഇത് പല കാര്യങ്ങളും എന്നോട് ചേച്ചി മറച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ മൂത്ത സഹോദരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയോട് ഈ കാര്യങ്ങൾ കുറേ പറയുന്നുണ്ട്. ചേച്ചിയോട് പറഞ്ഞത് എന്നോടും പപ്പയോടും ഇത് പറയരുതെന്ന് പറഞ്ഞ് കുറച്ച് കുറേ പറയുന്നുണ്ട്. പക്ഷേ ചേച്ചിയോട് അന്നും പറയുന്നത് പുള്ളിക്കാരി UK യിലൊക്കെ പോയി. നിങ്ങൾ ഈ കല്യാണ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ലാവിഷായിട്ടാണ് കല്യാണം നടത്തിയിരിക്കുന്നത്. ഭയങ്കര ആഘോഷമായിട്ടാണ് കല്യാണം നടത്തിയിരിക്കുന്നത്. അതിന് ശേഷം കൊണ്ട് വീട്ടിൽ ചെന്ന് കയറിയപ്പോഴാണ് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നതാണ് പറയുന്നത്. ഈ ജിസ്മോളിനുണ്ടെങ്കിൽ ഭയങ്കര സൗന്ദര്യമില്ല, അതോടെ തന്നെ ഭയങ്കരമായിട്ട് പൈസയൊന്നും കൊണ്ടുവന്നില്ല, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് എന്നും അടിയാമെന്നാണ് പറയുന്നത്. ഈ സൗന്ദര്യത്തിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫാമിലി എന്തോ വലിയൊരു സൗന്ദര്യ കുടുംബം എന്നുള്ളത് തോന്നുന്നതായിരിക്കും. അങ്ങനെയൊന്നുമില്ല. സാധാ ഒരു ജിസ്മോൾ എങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് അവരിരിക്കുന്നത്. പക്ഷേ അവർക്ക് അതൊന്നും പോരാ, ഭയങ്കര സൗന്ദര്യമുള്ള ആളെ തന്നെ വേണം, ഭയങ്കര പണം കൊണ്ട് വന്നാലേ പറ്റത്തോളെന്നാണ് പറയുന്നത്. ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീ ഒരു ധനമെന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ചുമ്മാ ഉണ്ടായി ഏതെങ്കിലും ഒരു പരസ്യം കാണിക്കാനോ അങ്ങനെയൊക്കെ പറയുന്നത് അല്ലാതെ ഇന്നത്തെ നമ്മുടെ ലോകത്ത് അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. ഇതേ കണക്കത്തോടെ സ്ത്രീധനം ചോദിക്കുക അല്ലെങ്കിൽ പണം കൊണ്ടുവരുന്ന ഇതൊക്കെ എല്ലാം നമ്മുടെ സൊസൈറ്റി നടക്കുന്നതാണ്. നമ്മളുണ്ടെങ്കിൽ പറയും അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവങ്ങൾ. വെളിയിൽ ആൾക്കാർ ഇതിനെപ്പറ്റി അധികം സംസാരിക്കത്തില്ല. പക്ഷേ വീട്ടിലുണ്ടെങ്കിൽ ഇതിനെ തുടർന്നാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒരുപാട് സ്ത്രീകളും ഉണ്ടെങ്കിൽ ഇതിൽ തുടർന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയും അതിന് ശേഷമാണ് ഇതേ കണക്കുള്ള സഹിക്കാൻ വയ്യാതാകുമ്പോഴത്തേക്ക് മക്കളും അല്ലെങ്കിൽ ആ സ്ത്രീയും കൂടെ ആത്മഹത്യ ചെയ്യുന്നു. ആ സമയത്തും അവർക്ക് അതൊന്നും പ്രശ്നമില്ല. ഇതേ കണക്ക് ഇതിൻ്റെ കേസ് പിന്നെ പൊയ്ക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാവരും മറക്കും. അടുത്ത വേറൊരു കേസ് ഇതിനെ തുറന്ന് വരും, അല്ലെങ്കിൽ ഇതുപോലത്തുള്ള കേസ് വരും, അതിനെ തുറന്ന് പൊയ്ക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ആരെങ്കിലും ഈ പേര് ഒരു മെൻഷനായിട്ട് ഇടുന്ന മാത്രമല്ല, വേറെ പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകത്തില്ല. കുടുംബത്തിന് പ്രത്യേകിച്ച് ഒരു നഷ്ടവും വരത്തില്ല. ആകെപ്പാടെ കുറച്ച് ചിലവാകും ഈ വക്കീൽ കോട്ടെന്നും പറഞ്ഞ് അങ്ങനെ നടക്കുന്നത്. അതല്ലാതെ വേറെ ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇത് മാറിക്കൊണ്ടേ ഇരിക്കും, പിന്നെ ഇത് തുറന്നുകൊണ്ടേ ഇരിക്കും. ഇതിനൊരു മാറ്റം വരാനും പോകുന്നില്ല. ഇത് മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ലോയാണ് മെയിൻ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതോടെ തന്നെ ആൾക്കാരുടെ ചിന്താഗതി ഇതൊക്കെ മാറണമെങ്കിൽ ചിന്താഗതിയൊക്കെ മാറിയാൽ മാത്രമേ ഇങ്ങനത്തുള്ള കാര്യങ്ങളിൽ ഭയങ്കര ഒരു വ്യത്യാസം വരുത്തുള്ളൂ. അതോടെ തന്നെ ഈ ജിസ്മോളുണ്ടെങ്കിൽ ആദ്യമേ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, അതിന് ശേഷം ഒരു വക്കീലും കൂടാണ്. ഇത്രയൊക്കെ ഇതുണ്ടായിരുന്നിട്ട് പോലും ഒരു ധൈര്യമില്ലാതെ ഇതേ കൊണ്ട് ചെന്ന് ആത്മഹത്യ ചെയ്യണം. അപ്പോൾ ഇത് ഒന്നുമില്ലാതെ ഒരു അങ്ങനത്തെ ഉള്ളവരുടെ അവസ്ഥ ഇതിനെക്കാട്ടിയും ഭയങ്കര ദാരുണമായിരിക്കും. നിങ്ങൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരി അതിനെ നേരിടാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ ഇതേ കണക്കത്തുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ചെന്ന് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് നഷ്ടം, നിങ്ങളുടെ ജീവനാണ് പോകുന്നത്. മറ്റവർക്ക് പ്രത്യേകിച്ച് ഒന്നും വരാൻ സാധിക്കത്തില്ല. ഇതേ കണക്കുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാവരും ആൾക്കാർ മറക്കാൻ തുടങ്ങും. ഇയാൾ എന്നുണ്ടെങ്കിൽ വേറൊരു പെണ്ണെ ഇതേ കണക്ക് കല്യാണം കഴിക്കും, പിന്നെ അത് അവരുടെ ജീവിതം വേറെ രീതിയിൽ പൊയ്ക്കൊണ്ടേയിരിക്കും. ആകെപ്പാടെ നഷ്ടം എന്ന് പറയുന്നത് ഈ മരിച്ച പെണ്ണിനും അതോടെ തന്നെ ആ കുടുംബത്തിന് മാത്രമായിരിക്കും, വേറെ ആർക്കും ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല. സോ എന്തായിരുന്നാലും ശരി, നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് ഒരു ധൈര്യപൂർവ്വമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.